നിരന്തരമായ ദുരന്തങ്ങൾ വരുമാന മാർഗമാവുമ്പോൾ, അതായത് ഓരോ വർഷവും നമ്മൾക്ക് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട്, അതായത് ക്രിസ്മസ്, ന്യൂ ഇയർ, ഈ പറഞ്ഞ പോലെയുള്ള ഫെസ്റ്റിവൽസ് പോലെ തന്നെ ഓരോ വർഷവും നമുക്ക് ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഇവിടെ എറണാകുളം തന്നെ നോക്കുക. അതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ എറണാകുളത്ത് KSRTC സ്റ്റാൻഡിൽ ശുദ്ധവായു ശ്വസിക്കാനായിട്ടില്ല. അതായത് സൗത്ത് സ്റ്റേഷൻ്റെ അവിടെ നിരന്തരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതാണ്, വലിയ അളവിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതാണ്. അവിടെ ശുദ്ധവായു ശ്വസിക്കാൻ കഴിയില്ല. ഡ്രൈനേജ് വാട്ടർ കൊണ്ട് അവിടെ സമ്പുഷ്ടമാണ്, ടോയ്ലറ്റ് വേസ്റ്റ് കൊണ്ട് സമ്പുഷ്ടമാണ്. അതേപോലെ തന്നെ അവിടെയുള്ള കടകളുടെ അടിയിൽ പോലും ഡ്രൈനേജ് വാട്ടർ കൊണ്ട് സമ്പുഷ്ടമാണ്. നമ്മളിതിൻ്റെ നിവേദനം നമ്മൾ മേയറിനും അതേപോലെ തന്നെ ഈ പറയുന്ന GCDAയിലും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് കലൂര് കത്രിക്കടവുള്ളത്. ഈ കലൂര് കത്രിക്കടവുള്ള ഈ ഡ്രൈനേജ് വാട്ടറിൻ്റെ ലീക്കേജ്, ICIC ബാങ്കിൻ്റെ മുന്നിലുള്ള ഡ്രൈനേജ് വാട്ടറിൻ്റെ ലീക്കേജ് എന്ന് പറയുന്നത് നേരെ ട്രാൻസ്ഫോമറിൻ്റെ അടിയിലേക്കാണ് പോകുന്നത്. ഈ ട്രാൻസ്ഫോമറിൻ്റെ അടിയിലേക്ക് പോകുന്ന ഈ ലീക്കേജ് നമ്മൾ GCDAയിലും അതേപോലെ തന്നെ നമ്മൾ മേയറിനും നിവേദനം സമർപ്പിച്ചു. പക്ഷെ ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഡ്രൈനേജ് സംവിധാനങ്ങളില്ല. ഈ പറയുന്ന പ്ലേസും വെള്ളപ്പൊക്കത്തിൽ തന്നെയാണ്, നിരന്തരമായി വെള്ളപ്പൊക്കം ഫേസ് ചെയ്യുന്ന പ്ലേസാണ്. അപ്പോൾ ഇവിടെ വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടും ആ സംവിധാനങ്ങൾ ഒരുക്കാത്തതാരാണ്? ഗവൺമെൻറ്റാണ്. നമ്മൾ ടോട്ടൽ 50ഓളം കംപ്ലൈൻറ്റുകൾ നമ്മൾ ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1916 എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിലാകെ സോൾവ് ചെയ്തിട്ടുള്ളത് 15 കംപ്ലൈൻറ്റുകൾ മാത്രമാണ്. അതും നിരന്തരമായിട്ടുള്ള പ്രഷറിലൂടെയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കംപ്ലൈൻറ്റുകൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1916 എന്ന് പറയുന്ന കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്ന കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സിനും അതിൻ്റെ ബാക്ക് എൻഡ് ടീമിനൊക്കെ എന്താണ് വർക്ക്? അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള മേയറുടെ കീഴിൽ വരുന്ന വാട്ടർ അതോറിറ്റിക്ക് എന്താണ് വർക്ക്? ഇവിടെ ഈ ഡ്രൈനേജ് സംവിധാനങ്ങളും ഈ പറഞ്ഞ വാട്ടർ ലീക്കേജ് സംവിധാനങ്ങളും പ്രോപ്പർ ടൈമിന് ഇവിടെ നിരന്തരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടും ഇവർ പരിഹരിക്കാത്തത് മൂലം വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനങ്ങളും ഇവർ പരിഹരിച്ചിട്ടില്ല എന്നുള്ളതല്ലേ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദുരന്തങ്ങൾ വരുമാന മാർഗമാവുമ്പോൾ, ജനങ്ങൾ നിരന്തരമായ ചൂഷണത്തിന് വിധേയമാവുമ്പോൾ, ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തയ്യാറാവാതെ വരുമ്പോൾ നമ്മൾ ചെയ്ത വോട്ട് മാത്രമല്ല നമ്മളുടെ കടമ എന്ന് ആലോചിക്കുക. ചോദ്യം ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. നമ്മൾ ചോദ്യം ചെയ്യാത്തോടത്തോളം ആ ഭയത്തെ അവർ നിരന്തരമായി ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.